ബസ്സിൽ വെച്ച് മറന്ന മാല തിരികെ നൽകാൻ വീട്ടമ്മയോട് 10,000 രൂപ KSRTC ആവശ്യപ്പെട്ട സംഭവത്തിൽ നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തും എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചിരിക്കുന്നു. തീരുമാനം തിരുത്താൻ CMDക്ക് നിർദ്ദേശം നൽകി എന്നാണ് മന്ത്രി പറഞ്ഞത്. KSRTC ബസ്സിൽ സാധനങ്ങൾ കളഞ്ഞു പോയാൽ പണം ഈടാക്കുന്ന നിയമത്തിലാണ് ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്നത്. പിഴ ലഭിച്ച കുറ്റിവട്ടം സ്വദേശി ശോഭയെ വിളിച്ച് തീരുമാനം പിൻവലിച്ചതായി മന്ത്രി നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഹലോ, ഞാനിങ്ങനെ അണ്ണന് പോയി അണ്ണനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കരുനാപ്പള്ളി ആശുപത്രി കൊണ്ട് ആശുപത്രിയുടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയതാ. അന്നേരം ഞാൻ ഇന്നലെ പൈസ ആവശ്യം കൂടെ വേണമായിരുന്നു. അങ്ങനെ എനിക്ക് മാല എടുത്ത് മാല തന്ന കണ്ടക്ടർക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ നിങ്ങൾ പൈസ തിരിച്ചു തരും കേട്ടോ. ഞാൻ KSRTCയുടെ CMDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാങ്ങിച്ചു അത് തിരുത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ചെറിയ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാനായിട്ട് MDയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം അത് ചെയ്തു തരും. ഓക്കെ, നിങ്ങളുടെ പൈസ തിരിച്ചു തരും. ഓക്കെ, ശരി 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 ശരി. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അരുണിലേക്ക് പോകാം. അരുൺ, ഇത് 24 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ നിയമത്തിലെ പ്രശ്നങ്ങളായിരുന്നു. ആ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവരിൽ നിന്ന് ഈടാക്കിയ പണം അത് ആ തുക അത് വേണ്ട, അത് കുറയ്ക്കാൻ CMDക്ക് നിർദ്ദേശം നൽകി എന്നൊരു ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അരുൺ, തീർച്ചയായും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ മന്ത്രി തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഇത് നിയമം പഴയതായിരുന്നു, ഈ നിയമത്തെക്കുറിച്ച് തനിക്ക് പോലും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം ഇന്നലെ രാത്രി തന്നെ പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ മന്ത്രി കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം KSRTC CMDക്ക് ഇപ്പോൾ മന്ത്രി തന്നെ നൽകിയിരിക്കുകയാണ്. ഇനി ഒരാൾക്കും ഇത്ര അമിതമായ തുക ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും സാധനം KSRTCയിൽ വെച്ച് നഷ്ടപ്പെട്ടാൽ നൽകേണ്ടി വരില്ല. പകരം ഒരു ചെറിയ ഫീസ് മാത്രമായിരിക്കും ഇതിന് നൽകേണ്ടി വരിക എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇക്കാര്യത്തിൽ വേഗത്തിലുള്ള നടപടി കൈക്കൊണ്ട മന്ത്രിക്ക് ഈ ശോഭ എന്ന നമ്മുടെ കുറ്റിവട്ടം സ്വദേശിയായ വീട്ടമ്മ നന്ദി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്നലെ ആ വീട്ടമ്മ 10,000 രൂപ ഒപ്പിച്ചുകൊണ്ട് അവിടേക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ പക്കലുണ്ട്. കാരണം വലിയ രീതിയിൽ കടം മേടിച്ചാണ് ഭർത്താവിൻ്റെ ചികിത്സയടക്കം നടത്തുന്നത്. കടം മേടിച്ചാണ് ഈ 10,000 രൂപ കൊണ്ടു കൊടുക്കുന്നത്. 2 പവന്റെ മാലയാണ്. ആ മാല വിറ്റിട്ടോ പണയം വെച്ചിട്ടോ വേണം ഭർത്താവിന് തുടർ ചികിത്സ നൽകാൻ. പക്ഷേ ഈ മാല വീണ്ടെടുക്കാൻ വേണ്ടിയാണ് 10,000 രൂപ പോലും ആ വീട്ടമ്മ കടം വാങ്ങിയത്. എന്തായാലും കുറ്റിവട്ടം സ്വദേശിനിയായ ശോഭ എന്ന വീട്ടമ്മ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ശോഭ, മന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞല്ലോ അല്ലേ, ഇനിയിപ്പോ ഈ പിഴത്തുക അടക്കേണ്ടതില്ല, ചെറിയൊരു ഫീസ് അടച്ചാൽ മതിയെന്ന്. കേട്ടപ്പോൾ എന്ത് തോന്നി? കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇത് ഈ മാല വെച്ച് മറന്നത് ഉടനെ തന്നെ കണ്ടക്ടർ വിളിച്ച് തിരിച്ച് ഏൽപ്പിച്ചോ, അതോ എപ്പോഴാണ് മാല കിട്ടിയത്? തിരികെ കിട്ടിയത് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇന്നലെ ഞങ്ങൾ പൈസ കൊണ്ട് അടച്ചതിന് ശേഷം മാല വന്നത്. ഇനിയിപ്പോൾ ചെറിയൊരു ഫീസ് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മന്ത്രി എന്തൊക്കെ പറഞ്ഞു? മന്ത്രി മന്ത്രി വിളിച്ചു പറഞ്ഞത് കുഴപ്പമില്ല, പൈസ തിരിച്ചു കിട്ടുമെന്ന് ഇങ്ങനെയാ പറഞ്ഞേ. പൈസ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു അല്ലെ? ചെറിയൊരു ഫീസ് എടുത്തിട്ട് ബാക്കി പൈസ തിരിച്ചു കിട്ടും. ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രീമതി ശോഭയ്ക്ക് അറിയാമായിരുന്നു? അതായത് നമ്മൾ എന്തെങ്കിലും വെച്ച് മറന്നാൽ അതിൽ ഇത്ര ശതമാനം KSRTCക്ക് കൊടുക്കണം, അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു? എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പലർക്കും അറിയില്ല. അപ്പൊ ആ നിയമത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തും. ഇനി അങ്ങനെ ഒരു ചെറിയ ഫീസ് എന്തെങ്കിലും ഈടാക്കി തിരികെ കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 24 ഈ വാർത്ത കൊണ്ടുവന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു. ശോഭ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തൊക്കെ ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? ഞങ്ങൾ ശ്രദ്ധിച്ച് വാർത്തയെല്ലാം ഞങ്ങൾ നോക്കി. ഇപ്പൊ ചുരുക്കത്തിൽ സന്തോഷമായി, ആശ്വാസമായി. ഞങ്ങൾക്ക് കിട്ടിയ പറഞ്ഞത് അത്രയും ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ശരി ശരി ശ്രീമതി ശോഭ. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ രാജാണ്. മന്ത്രി ഉടനെ തന്നെ ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ ശോഭയോട് പറഞ്ഞിരിക്കുന്നത് ചെറിയൊരു ഫീസ് അടച്ചാൽ മാത്രം മതി. ഇപ്പോൾ അവർ അടച്ച തുക, അത് ബാക്കി തുക അവർക്ക് തിരികെ നൽകുമെന്നതാണ്. അതിനുള്ള നിർദ്ദേശം CMDക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ വെച്ചു മറന്ന സാധനങ്ങൾ തിരികെ നൽകുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം ഈടാക്കുന്ന നിയമത്തിൽ അതിലൊരു ഭേദഗതി കൊണ്ടുവരും. ആ കാര്യം ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.